നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിനടുത്ത് വല്ലഭട്ട കളരി നടത്തുന്ന ശ്രീകല ഗുരുക്കളുടെ അടുത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെങ്കിലും ഒരു ആയോധനകല പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് എല്ലാവരും. കാരണം ഓരോ ദിവസവും ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളുടെ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ. പക്ഷെ അതിനി ഒരിക്കലും കുറയാൻ പോകുന്നില്ല. അത് നാൾക്ക് നാൾ കൂടിക്കൂടി വരികയുള്ളൂ. അപ്പോൾ സ്ത്രീ ഉള്ളിടത്തോളം കാലം സ്ത്രീക്ക് നേരെയുള്ള ആക്രമണങ്ങളും കൂടിക്കൂടി വരും. അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കേണ്ടത് ഓരോ സ്ത്രീയുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് അതിനെ പ്രതിരോധിക്കാൻ ഓരോ സ്ത്രീകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജയപ്രകാശ് ദേവസ്വം തൃപ്രങ്ങോട് അമ്പലത്തിലെ ദേവസ്വത്തിലാണ്. രണ്ട് ആൺകുട്ടികളാണ്. അപ്പൊ രണ്ട് ആൺകുട്ടികൾ ഇതാ, പേരെന്താ? അഭിനവാണ്, അഭിഷേകാണ്. അഭിഷേക് എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഡിഗ്രി. എവിടെയാ പഠിക്കണേ? ആ, ഇയാളോ? ആലത്തൂർ സ്കൂളിൽ. അപ്പൊ നമ്മുടെ കൂടെ രണ്ടുപേരും ഉണ്ട് അല്ലേ, ഇടതും വലതുമായിട്ട് നിൽക്കണു അല്ലേ? ഹസ്ബൻഡിന് കളരി അറിയോ? ഈ മൂന്ന് കളരി വിദഗ്ധന്മാരുടെ ഇടയിൽ അദ്ദേഹം എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നാണ് ഞാൻ ആലോചിക്കണത്. അത്യാവശ്യം വെട്ടുതൊടമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലേ? എന്തായാലും അമ്മയും രണ്ട് മക്കളും കളരിയാണ്. അമ്മ നീണ്ട 3.5 പതിറ്റാണ്ട് കാലം കളരി പഠിച്ച് അതിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ആളാണ്. ഇപ്പൊ കുട്ടികൾ എത്ര വയസ്സ് മുതലാണ് കളരി പഠിക്കാൻ തുടങ്ങിയത്? 3-4 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ ഏകദേശം ഒരു കുഞ്ഞു ഗുരു ഒക്കെ ആവാനായില്ലേ? ഇടത്ത് നേരെ, വലത്ത് നേരെ, തിരിഞ്ഞ് ശ്രദ്ധിക്കുന്നു, ഇടത്തെ കാല് വലിഞ്ഞു, വലത്ത് കയറ്റി വലിക്കണം, ഇടത്ത് കയറ്റി വലിക്കണം. കളരിപ്പയറ്റ് പരിശീലിപ്പിക്കുന്നത് കൂടാതെ കളരി മർമ്മ ചികിത്സ ചെയ്യാറുണ്ട്. കളരി ഉഴിച്ചിൽ, അതുപോലെ തന്നെ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ. ഞാൻ ആയുർവേദ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് കൂടിയാണ്, ആ കോഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചെയ്യാറുണ്ട്. പിന്നെ കളരിപ്പയറ്റ് പരിശീലനം സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ സെൽഫ് ഡിഫെൻസ് പരിശീലനം ആയിട്ട് കുട്ടികൾക്ക് നൽകാറുണ്ട്. പെൺകുട്ടികൾക്ക് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അതുകൂടാതെ തിരൂർ സബ് ഡിവിഷണൽ കീഴിൽ വയോജനങ്ങളുടെ കേസ് പരിഹരിക്കുന്നത് കൺസിലിയേഷൻ ഓഫീസറായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പ്രവർത്തിക്കാറുണ്ട്.
സജിത. സജിത ഇവിടെ പഠിക്കുന്നുണ്ടോ? ഞാൻ കുറച്ച് ടീച്ചറും കളരിയിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. മോനാണ് മെയിനായിട്ട് ആദ്യം ചേർത്തത്. മോന്റെ പേരെന്താ? ദൈവിക്. മോനെ ചേർക്കാൻ വന്നതായിരുന്നു. അപ്പൊ മോന് ചെയ്യുന്നത് കണ്ട് കൂടുതൽ ഇഷ്ടം തോന്നി, അപ്പൊ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി, അങ്ങനെ ചെയ്തതാണ്. എങ്ങനെ ഈ ഒരു പ്രായത്തിൽ 30+ ആയില്ലേ? 30+ ആയിട്ടും ഇങ്ങനെ കളരി പഠിക്കാൻ ശ്രമിച്ചപ്പോ വഴങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മള് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതല്ലേ, നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും. എന്താ പറയുള്ളത്, പെൺകുട്ടികൾ ഇത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മെന്റലി ആയാലും ഫിസിക്കലി ആയാലും നമ്മളത് തരണം ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ തന്നെയാണ് കളരി പഠിക്കാനുള്ളത്. കാരണം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ആളുകൾ വരുന്നുണ്ട്. കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അതിനെ വളരെ എന്താ പറയുക ഉച്ചഭാവത്തോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം എന്തിനു പെൺകുട്ടികൾ കളരി പോലുള്ള ആയോധനകളൊക്കെ പഠിക്കണം, എന്താ അപ്പം അതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ കളരി പഠിക്കുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികളെ ഇപ്പോൾ നമ്മൾ ഒരു ലേഡി ആയതുകൊണ്ടാവാം എൻ്റെ അടുത്തേക്ക് കൂടുതൽ പെൺകുട്ടികളാണ് കളരി പഠിക്കാൻ വരുന്നത്. കാരണം കുറച്ചും കൂടെ അവർക്ക് സേഫ്റ്റി ഉണ്ടാവുമല്ലോ മറ്റുള്ളവരുടെ അടുത്ത് പോയി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളൊക്കെ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്ത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ്, ആനന്ദമാണ്. പ്രത്യേകിച്ച് അവരോട് നമുക്കൊരു ആരാധനയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെയുള്ള കായികാഭ്യാസമൊക്കെ ചെയ്തത് കാണുമ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതൽ വല്ലാത്തൊരു ഇഷ്ടം തോന്നാറുണ്ട് അവരോട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇന്ന് എനിക്ക് ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ. എൻ്റെ ഒരു പരിചയപ്പെടുത്തലിന്റെ മുഖവരിയുടെ ആവശ്യമില്ലെങ്കിൽ കൂടി ശ്രീകല ഗുരുക്കളെ ഇന്ന് പരിചയപ്പെടാനും എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് നിറഞ്ഞ സന്തോഷവും അഭിമാനമുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും നാൾക്ക് നാൾ ഇതിലേറെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു വലിയ തലമുറയെ, ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ, ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെയും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.